അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ അല്ലേ കാജു? ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓഫ് സുജാത ലിമിറ്റഡ് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2020 ആസ് പെർ സ്കെഡ്യൂൾസ് 3 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി പോയിട്ട് ഫോർമാറ്റ് ഭരിച്ച് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫോർമാറ്റ് പഠിച്ചിട്ടാണ്. അപ്പോൾ അതേപോലെ ഫോർമാറ്റ് ഭരിച്ച് മുകളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സിൽ എഴുതാനുള്ള സ്പേസും ഒരു ഡേറ്റ് കൊടുത്തിനല്ലേ 31st December 2020. അതും ഡേറ്റും എഴുതിയിട്ട് ഏത് കമ്പനീൻ്റെ വെച്ചിട്ട് കമ്പനീൻ്റെ പേരും സുജാത ലിമിറ്റഡിലാണ് സുജാത ലിമിറ്റഡ് എന്ന് എഴുതിയിട്ട് പെർട്ടിക്കുലേഴ്സ് കോളം വരച്ച് നോട്ട് നമ്പർ റിസൾട്ട് വരച്ച്, അതായത് ഒന്നിലധികം നമുക്ക് കാൽക്കുലേഷൻ വന്നെങ്കിൽ നോട്ടാക്കിയിട്ട് എഴുതാനുള്ളതും വരച്ച്, പിന്നെ എമൗണ്ട്സ് കോളം വരച്ച്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത്? ഇൻകം അല്ലേ? ഇൻകം എഴുതണം. നമുക്ക് കമ്പനീൻ്റെ ഇൻകം കണ്ടുപിടിക്കണം, എക്സ്പെൻസ് കണ്ടുപിടിക്കണം, പിന്നെ അതിൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ലെസ് ടാക്സ്, പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അങ്ങനെയല്ലേ ഫോർമാറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇൻകം എഴുതി. അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് അടിച്ച സാധനം ഇൻകത്തിൻ്റെ ഒപ്പം RO. ഇപ്പോൾ 2 പോയിന്റ് എഴുതി RO. പിന്നെ അതെന്താണ് RO? അതെന്താണ് അതിൻ്റെ ടോട്ടൽ ഇൻകം ചെല്ലിട്ട് വരുന്നല്ലേ. ആ ടോട്ടൽ ഇൻകം എന്ത്? A. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് ഇനി എക്സ്പെൻസസ്, അതായത് ഫോർമാറ്റ് എഴുതി വെച്ചോ. ഓക്കെ, ഫോർമാറ്റ് എഴുതി വെച്ചെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബൈ ഹാർട്ട് അടിച്ചത് എന്ത്? CPCCEFDO, അതും എഴുതി വെച്ചോ. അപ്പോൾ ഫസ്റ്റ് CPCCEFDO. ഓക്കെ, അപ്പോൾ ബേസിക് ഒരു ഐഡിയ കിട്ടിയാ ഇനി നമുക്ക് 1 by 1 ഫസ്റ്റ് നാക്കിയിട്ട് തുടങ്ങാം. ആര് ചെല്ലിങ്ങത് നമ്മൾ പഠിച്ചത്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ അല്ലേ? റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എയ്തർ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ടാന്ന് നോക്കാം. ഓക്കെ, ലക്കിലി റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ടെൻഷൻ ആക്കാനില്ല. അഥവാ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോക്കേണ്ടി വരട്ടി? സെയിൽസ് ഉണ്ടാന്ന് നോക്കേണ്ടി വരട്ടി, അതിലേക്ക് സെയിൽസ് റിട്ടേൺ ഉണ്ടാന്ന് നോക്കേണ്ടി വരട്ടി. അങ്ങനെ നോക്കിയിട്ട് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആക്കിയിട്ടുള്ള കിട്ടുന്ന ആൻസർ എഴുതണാന്. മാത്രമേ സെയിൽസും തന്നിട്ടില്ല, സെയിൽസ് റിട്ടേണും തന്നിട്ടില്ല. പിന്നെന്ത് തന്നിന്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡയറക്റ്റ് തന്നിന്. എത്ര റുപ്യ? 2,50,000. 2,50,000 റവന്യൂ ഫ്രം 2,50,000 റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിന്. ഓക്കെ, അടുത്തത് അതർ ഇൻകംസ്. നമ്മൾ പഠിച്ചത് എന്തെല്ലാം അതർ ഇൻകംസിൽ എന്തെല്ലാം വരുന്നത്? ഇൻകം ടാക്സ് റീഫണ്ട് ആയെങ്കിൽ, പിന്നെ പ്രോഫിറ്റ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ് ആയെങ്കിൽ, പിന്നെ എന്ത് റിസീവ്ഡ് ചെല്ലിട്ട് എന്ത് എൻട്രി വന്നെങ്കിലും ഇൻകമിൽ വരുന്നത്. പിന്നെ എന്ത്? ഷെയർ ആക്കിയിട്ടാകുമ്പോൾ കിട്ടുന്ന ഫീസില്ലേ, ഷെയർ ട്രാൻസ്ഫർ ഫീസില്ലേ, അതും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ റിലേറ്റഡ് 4 ഷെയർ ട്രാൻസ്ഫർ ഫീസ്, പ്രോഫിറ്റ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ്, ഇൻകം ടാക്സ് റീഫണ്ട്, പിന്നെ റിസീവ്ഡ് ചെല്ലിട്ട് ഈ 4 എന്തെങ്കിലും വരുന്ന ചെല്ലിട്ട് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ നോക്കാം. ഇൻകം നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാകുന്നല്ലേ കിട്ടുന്നത്, ഡിപ്രിസിയേഷൻ അല്ല. ഇപ്പം നമുക്ക് സൈഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ പാടുമല്ല, പെൻസിലിൽ വേണമെങ്കിൽ ഇത് വെക്കാം. അലോഡ് ആയെങ്കിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ത്? ഇൻകം ഓൾറെഡി എഴുതിയിട്ടായി. ഡിപ്രിസിയേഷൻ ഇപ്പം നോക്കുന്നില്ല, ഇതൊന്നും നോക്കുന്നില്ല. മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻകം അല്ല, ചേഞ്ചസ് ഇൻ അല്ല. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ലല്ലേ, നമുക്ക് നോക്കേണ്ട ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ബാക്കി പ്രോഫിറ്റ് അങ്ങനെ എന്തെങ്കിലും. ഇതെന്തും അല്ല. ഈടെ കണ്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് കണ്ടിട്ടാകുമ്പോൾ സൈഡിൽ ഇൻകം നോട്ടാക്കി വെച്ച് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ. എന്നിട്ട് പോയിട്ട് എന്താക്കുന്നത്? അതർ ഇൻകമിൽ ബ്രാക്കറ്റിൽ ഇൻകം റിസീവ്ഡ് എന്ന് എഴുതിയിട്ട്, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വേർഡ് അവിടെ യൂസ് ആക്കിയിട്ടുള്ളത് അത് കൊടുത്തിട്ട് അതിൻ്റെ എമൗണ്ട് എത്ര ഇൻകം റിസീവ്ഡ് ഉണ്ടത്? 30,000 റുപ്പീസ് അല്ലേ. 30,000 ഇട്ട്. ഓക്കെ, 30,000 ഇട്ടിട്ട് ഇത് പ്ലസ് വേറെ എന്തും ഇല്ലല്ലേ, വേറെ എന്തും ഇൻകം ഇല്ലല്ലേ. നമ്മൾ തിരിച്ച് ആ 4 ഇൻകമും ഇല്ല, ഇൻകം റിസീവ്ഡ് മാത്രമുള്ള എത്ര റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡയറക്റ്റ് ഇട കൊടുത്തന്നെ. അപ്പം ഇൻകമിൻ്റെ സെക്ഷൻ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് എന്താക്കാം? ടോട്ടൽ ഇൻകത്തിന് കൊടുക്കാം, ടോട്ടൽ ഇൻകത്തിന് ആഡ് ആക്കാം. അപ്പോൾ 2,50,000 പ്ലസ് 30,000 എത്ര? 2,80,000 ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകമിൻ്റെ പരിപാടി കഴിഞ്ഞ്. ഇനി നെക്സ്റ്റ് നമുക്ക് കമ്പനീൻ്റെ എത്ര എക്സ്പെൻസ് ഉണ്ട്, കമ്പനിയിൽ സുജാത ലിമിറ്റഡിൽ എത്ര എക്സ്പെൻസ് ഉണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ബൈ ഹാർട്ട് അടിച്ച സിമ്പിൾ എന്ത്? CPCCEFDO. സി ചെല്ലെങ്കിൽ എന്ത്? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. പി ചെല്ലെങ്കിൽ എന്ത്? പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. അത് രണ്ട് മാച്ചിങ് ആയ. നെക്സ്റ്റ്
സി ചെല്ലെങ്കിൽ ഇത് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി, സി ചെല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. അത് രണ്ടും മാച്ചിങ് ആയാ അങ്ങനെ ബൈ ഹാർട്ട് അടിച്ചോ. അങ്ങനെ എല്ലാതും എഴുതി വെച്ച് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി, ചേഞ്ചസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്, അല്ലെങ്കിൽ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫൈനാൻസ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, അതർ എക്സ്പെൻസസ് എല്ലാം എഴുതി വെച്ച്. എന്നിട്ട് ഇതെല്ലാം നമ്മളെ ക്വസ്റ്റ്യനിലുണ്ടാകാൻ നോക്കണ്ടേ. ഓക്കെ, 1 by 1 ഇങ്ങനെ നോക്കാം. ഓക്കെ, ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്? അടീൻ്റെ അണ്ടറിൽ വരുന്നല്ലേ ഇത് എക്സ്പെൻസസ്. ഫ്രൈറ്റ് ചാർജസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടേ ഇല്ലല്ലേ, അറിയില്ലല്ലേ. അപ്പോൾ ബിട്ടോ അതെന്തുകൊണ്ടുണ്ട്. മെറ്റീരിയൽ കൺസ്യൂംഡ് നമ്മൾ പഠിച്ചിനല്ലേ, അതും എക്സ്പെൻസസിൽ വരുന്നത്. ചേഞ്ചസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് എക്സ്പെൻസസിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഇൻട്രസ്റ്റ് പെയ്ഡ് ചിലട്ട് എക്സ്പെൻസസിൽ വരുന്നത്. പിന്നെ പ്രിലിമിനറി എക്സ്പെൻസസ്, റിട്ടേൺ ഓഫ് നമ്മൾ പഠിച്ചില്ലേ, ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ അണ്ടറിൽ റിട്ടേൺ ഓഫ് വരുന്നത് ചെല്ലിട്ടില്ലേ, അതും എക്സ്പെൻസിൽ വരുന്നത്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി കുറിച്ചിട്ട് ചെല്ലിട്ടില്ലല്ലേ, നമ്മൾ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ പഠിച്ചിട്ടില്ലേ, അപ്പോൾ അതും വിട്ടോ. ഡിസ്കൗണ്ട് അലൗഡിനെ കുറിച്ചിട്ടും പഠിച്ചിട്ടില്ല, വിട്ടോ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൾറെഡി ഇൻകമിൻ്റെ അണ്ടറിൽ എഴുതി. സാലറി, എംപ്ലോയിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ സാലറി, അപ്പോൾ അതും ഈ എക്സ്പെൻസസിൽ ഇൻക്ലൂഡഡ് ആയി. അപ്പോൾ എന്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ചെല്ലിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ് നോക്കണം. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ചെല്ലിട്ട് വന്നിട്ടില്ല, ഇൻസ്റ്റഡ് മെറ്റീരിയൽ കൺസ്യൂംഡ് ചെല്ലിട്ട് വന്നേനെ. അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ചെല്ലെങ്കിൽ എന്ത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അല്ലേ. അപ്പം നമുക്ക് പോയിട്ട് അതിൻ്റെ എമൗണ്ട് എത്ര അറിയോ, 20,000 rupees കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആയി. ഇനി പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ചെല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പർച്ചേസ് ചെല്ലിട്ട് തന്നെ വരണോ. പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ചെല്ലിട്ട് തന്നെ വരുന്നത്. അതിൻ്റെ അകത്ത് ചിലപ്പോൾ പർച്ചേസ് റിട്ടേൺ ചെല്ലിട്ടും വരുന്നത്. അപ്പോൾ എന്താക്കണോ, ഇതിന് കാൽക്കുലേറ്റ് ആക്കുന്ന അങ്ങനെ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ചെല്ലിട്ട് കാൽക്കുലേറ്റ് ആക്കണാണ്. ബട്ട് ഇത് നമ്മളെ ക്വസ്റ്റ്യനിൽ എന്തും കൊടുത്തിട്ടില്ലല്ലേ, അപ്പോൾ ഒന്നും എഴുതണ്ട. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലല്ലേ, അപ്പോൾ പിന്നെ എക്സ്ട്രാ എന്ത് എഴുതേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ എന്ത്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രിയിൽ ചേഞ്ചസ്. അതായത് ക്വസ്റ്റ്യനിൽ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി ചിലട്ട് തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ തരാൻ ചാൻസ് ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, ക്ലോസിങ് സ്റ്റോക്കും തന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് സ്റ്റോക്കിനെ നമ്മൾ നോക്കുന്ന ഇൻവെൻട്രി ചെല്ലിട്ടാകുമ്പോൾ, ഇൻവെൻട്രി ചെല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെ, സ്റ്റോക്ക് ചെല്ലെങ്കിൽ ഇൻവെൻട്രി തന്നെ. അപ്പോൾ ഇൻവെൻട്രി എന്നുള്ള വേർഡ് യൂസ് ആക്കിയെങ്കിൽ നമ്മൾ മൈൻഡിൽ എന്ത് പോകണോ, സ്റ്റോക്ക് എന്നർത്ഥം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്പണിംഗ് സ്റ്റോക്കും കൊടുത്തിട്ടുണ്ടാവും, ക്ലോസിങ് സ്റ്റോക്കും കൊടുത്തിട്ടുണ്ടാവും സംടൈംസ്. അപ്പം അങ്ങനത്തെ ടൈമിൽ എന്താക്കണം, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീൻ്റെ ആൻസർ റിസൾട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മൈനസ് ക്ലോസിങ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് പോയിട്ടിടണം. ബട്ട് ഈയുടെ ക്വസ്റ്റ്യനിൽ എന്തും കൊടുക്കാത്തതിനെ കൊണ്ട് അതിനിൽ നമുക്ക് എന്തും എഴുതാനില്ല. ഇനി ചേഞ്ചസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്, ചേഞ്ചസ് വന്നു കഴിഞ്ഞെങ്കിൽ അവിടെ മൈനസ് വരണം. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിങ് സ്റ്റോക്കും, ഓപ്പണിങ്ങിൽ നിന്ന് ക്ലോസിങ് മൈനസ് ആക്കുന്നത് ചേഞ്ചസ് ചിലട്ട് വന്നിട്ടാകുമ്പോൾ. ഓക്കെ, എയ്തർ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും തന്നിട്ടുണ്ടാവും, ക്ലോസിങ് വർക്ക് ഇൻ പ്രോഗ്രസ്സും തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താക്കണം, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നിന്ന് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മൈനസ് ആക്കിയിട്ട് കിട്ടുന്ന എമൗണ്ട് ഇടണം. ബട്ട് ഇവിടെ എന്തെങ്കിലും തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ യെസ് ചേഞ്ചസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് ചിലട്ട് തന്നെ തന്നെ. അപ്പോൾ എന്തും കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് തേടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ്ലി ചേഞ്ചസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ് തന്നിനല്ലേ. അപ്പോൾ ഡയറക്റ്റ് ആ എമൗണ്ട് പോയിട്ട് എഴുതാം. എത്ര എമൗണ്ട് അറിയോ, 9,000 rupees. ഓക്കെ, ഇനി നെക്സ്റ്റ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയിക്ക് കിട്ടുന്ന എന്തെല്ലാം ബെനിഫിറ്റ്, എന്തെല്ലാം എക്സ്പെൻസസ് ആണ് എംപ്ലോയി റിലേറ്റഡ്, നമ്മൾ എന്തെല്ലാം പഠിച്ചതിന് ഫോർമാറ്റിൽ. എംപ്ലോയിക്ക് കൊടുക്കുന്നത് സാലറി, വേജസ്, PF, ഗ്രാറ്റുറ്റി, ബോണസ് അല്ലേ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന നോക്കണ്ടേ. അപ്പോൾ നമുക്ക് നോക്കാം, സാലറിയാ, വേജസാ, PF, ഗ്രാറ്റുറ്റിയോ, ബോണസ് ഉണ്ടാകുന്ന നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഓൺലി സാലറി മാത്രമുള്ള എത്ര. അപ്പോൾ ഡയറക്റ്റ്ലി അവിടെ പോയിട്ട് സാലറിൻ്റെ 10,000 rupees, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൻ്റെ സ്ട്രെയിറ്റ് പോയിട്ട് എഴുതി. എത്ര റുപ്പീസ് സാലറി പോയത്, 10,000 rupees. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഫിനാൻസ് കോസ്റ്റ് ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ഓടിപ്പോയിട്ട് തിങ്ക് ആക്കേണ്ട കാര്യം എന്ത്, ഇൻട്രസ്റ്റ് എന്താക്കി, പെയ്ഡ് ചെയ്തെങ്കിലല്ലേ എക്സ്പെൻസ് ആണത്. കമ്പനിക്ക് ഫിനാൻസ് അതായത് ഇൻട്രസ്റ്റ് അങ്ങോട്ടേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നതിനെ കൊണ്ടല്ല അത് എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒരിക്കലും അല്ല,
അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് ചെല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്തെല്ലാം ഇൻട്രസ്റ്റ് പെയ്ഡ് ചെല്ലിട്ട് ചിലപ്പോൾ ഡയറക്റ്റ്ലി ഇൻട്രസ്റ്റ് പെയ്ഡ് ചെല്ലിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. ഇൻസ്റ്റഡ് എന്തെല്ലാം കൊടുക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ കൊടുക്കാം, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ കൊടുക്കാം, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ഇൻട്രസ്റ്റ് കൊടുത്തിനെ നോക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അറിയാണ്ടും കൂടി എഴുതാൻ കാലം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ചെല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇൻകം വരുന്നത്, ഇൻട്രസ്റ്റ് പെയ്ഡ് ആക്കുന്നല്ല കമ്പനി. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ, ഡിബെഞ്ചർക്ക് മുകളിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എൻ എക്സ്പെൻസ്. ഫിനാൻസ് കോസ്റ്റിന് അണ്ടറിൽ ഇൻട്രസ്റ്റ് പെയ്ഡ് വരണം. അപ്പോൾ എന്ത് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ആയിട്ട് എത്ര എമൗണ്ട് ഇടണം? 6500 ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് 6500 ഇട്ട്. നെക്സ്റ്റ് എന്ത് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ അല്ലേ. അപ്പോൾ ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ ചെല്ലെങ്കിൽ എന്ത്, അമോർട്ടൈസേഷൻ ചെല്ലെങ്കിൽ റിട്ടേൺ ഓഫ് റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നെങ്കിലും എഴുതണം. പിന്നെ ഡിപ്രിസിയേഷൻ റിലേറ്റഡ് എന്ത് വന്നെങ്കിലും എന്താക്കണം, എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്ന നോക്കാം, റിട്ടേൺ ഓഫ് ഉണ്ടാകുന്ന നോക്കാം. ഡിപ്രിസിയേഷൻ നോക്കിയിട്ടാകുമ്പോൾ നമുക്ക് കണ്ട് ഡിപ്രിസിയേഷൻ 2500 റുപ്പീസ് ഉണ്ട്. അപ്പോൾ മൈൻഡിൽ വെച്ചോ 2500. പിന്നെ റിട്ടേൺ ഓഫ് എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കാം. ഓക്കെ, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ചെല്ലിട്ടുണ്ട്. സിംപ്ലി റിട്ടേൺ ഓഫ് അല്ല, എന്തുണ്ടെങ്കിലും ബാക്കിൽ റിട്ടേൺ ഓഫ് ചെല്ലിട്ട് തന്നെങ്കിലും അത് റിട്ടേൺ ഓഫ് തന്നെ. പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്. അപ്പോൾ ഏർലിയർ 2500ഉം ഈ പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് 1500ഉം എന്തിൻ്റെ അണ്ടറിൽ വരുന്നത്? ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ 2500 പ്ലസ് 1500 എത്രയായി? 3000, 4000 റുപ്പീസായി. ഓക്കെ, അപ്പം നമ്മൾ ചെല്ലിട്ടില്ലേ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് തൊട്ട് നോട്ട് നമ്പർ 11, 12, 13, 14 ചെല്ലിട്ടിടണമെന്ന്. ഈ 1 മുതൽ 10 വരെ ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട് നമ്പർ വരുന്നത് ബേസ്ഡ് ഓൺ ദ റൂൾസ്. അപ്പോൾ അതിനുശേഷം നോട്ട് നമ്പർ 11, 12, 13, 14 ഈ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് തൊട്ട് നോട്ട് നമ്പർ ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ളത്, അല്ലാണ്ട് കൗണ്ട് ആക്കിയിട്ട് ഇടുന്നതല്ല. ഇത് 1, ഇത് 2 അങ്ങനല്ല. അങ്ങനെ കൗണ്ട് ആക്കുമ്പോൾ ഇതിങ്ങനെ എന്തല്ല വരുന്നത്, ഒരു 9 മറ്റു വരുന്നത്. ആക്ച്വലി ഇത് ഫിക്സ്ഡ് നമ്പർ, അതായത് 1 to 10 ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട് നമ്പർ വരുന്നത്, 11 to 14 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻഷ്യൽ കോസ്റ്റ്, ഡിപ്രിസിയേഷൻ, അമോർട്ടൈസേഷൻ ആൻഡ് അതർ എക്സ്പെൻസസ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഡിപ്രിസിയേഷനും അമോർട്ടൈസേഷനും കഴിഞ്ഞ്. ഇനി അതർ എക്സ്പെൻസസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെല്ലിനെ, റിമൈനിങ് എൻട്രീസ്. നമ്മൾ എല്ലാ എൻട്രീസും ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എൻട്രീസ് എന്തെങ്കിലും ഉണ്ടാ ചെല്ലിട്ട് തേടണം. അപ്പോൾ ഫസ്റ്റ് മുതലേ നോക്കുന്ന റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻകം കിട്ട്, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ട്, ഫ്രൈറ്റ് ചാർജസ് ഇട്ടിട്ടില്ല, അപ്പോൾ അത് ടിക്കറ്റ് വെച്ചോ. പിന്നെ എന്തെല്ലാം ഉണ്ട്, മെറ്റീരിയൽ കൺസ്യൂംഡ് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ വന്നാൽ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് എക്സ്പെൻസിൻ്റെ അണ്ടറിൽ വന്നാൽ, ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചറുമായി, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് മറ്റേ ഡിപ്രിസിയേഷൻ്റെ ഒപ്പം എഴുതി, അമോർട്ടൈസേഷൻ്റെ ഒപ്പം എഴുതി. പിന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അത് എന്തിലൊക്കെ ഇടണം കൺഫ്യൂഷൻ വന്നാൽ, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി അത് എക്സ്പെൻസ് തന്നെയല്ലേ. എന്ത് വെച്ചാൽ ഓഫീസ് റിലേറ്റഡ് പ്രിൻറ്റിങ്, മറ്റേ ജെറോക്സ് എടുക്കേണ്ടി വരുന്നത്, പ്രിൻറ്റിങ് റിലേറ്റഡ് ഓഫീസിൽ ആവുന്ന എക്സ്പെൻസസ് അല്ലേ. അപ്പോൾ അതും എക്സ്പെൻസ് തന്നെ, മാത്രം എന്തിൻ്റെ അണ്ടറിൽ വന്നിട്ടില്ല. അപ്പോൾ അത് റിമൈനിങ് എക്സ്പെൻസ് എൻട്രി. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് കൊടുത്തന്നെ, അതായത് ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ കഴിഞ്ഞ കോസ്റ്റിൽ പഠിച്ചിട്ടില്ല. ഡിസ്കൗണ്ട് റിലേറ്റഡ് എന്തിൽ വരുന്നത്, സെയിൽസ് സെക്ഷനിൽ വരുന്നത്. അതായത് സാധനം വിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ലേ, അതൊരു എക്സ്പെൻസ് അല്ലേ നമുക്ക്. ആക്ച്വൽ എമൗണ്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ എക്സ്പെൻസ് അല്ലേ. അപ്പോൾ അതും നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ ഇട്ടിട്ടില്ലല്ലേ. അങ്ങനെ റിമൈനിങ് എക്സ്പെൻസ് എൻട്രി ആയിട്ട് ഇതിനെ എടുത്ത്. അപ്പോൾ എല്ലാം ഇതുമായി ഇനി ബാക്കി എന്തുമില്ല. ഇനി ബാലൻസ് ഷീറ്റ് എൻട്രി എന്തെങ്കിലും വരുന്ന കൺഫ്യൂഷൻ ആക്കിയിട്ട് ബാലൻസ് ഷീറ്റ് എൻട്രി ചിലപ്പോൾ തരും. എന്തെല്ലാം വരും, ഷെയർ ക്യാപിറ്റൽ വരാം, ലാൻഡ് ആൻഡ് ബിൽഡിങ്സ് വരാം, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ്, ഡെറ്റേഴ്സ്, ക്യാഷ്, അങ്ങനെല്ലാം വരും. ക്യാഷ് കണ്ടെങ്കിലും ഇൻകം തിരിച്ചിട്ട് പോയിട്ട് ഇടാൻ പാടില്ല. ക്യാഷും നമ്മൾ മൈൻഡിൽ വരണം. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ത് വന്നെങ്കിലും ഫസ്റ്റ് പോയിട്ട് സെർച്ച് ആക്കണം. ബാലൻസ് ഷീറ്റ് എൻട്രീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ബീൻ ചെല്ലിട്ട് ഇട്ടോ, കൺഫ്യൂഷൻ ആവാൻ കല. അതിനെ റിമൈനിങ് എൻട്രി ചെല്ലിട്ട് അറിയാണ്ടും കൂടി ഇടാൻ പാടില്ല. സോ എനി എക്സ്പെൻസസ് മാത്രം റിമൈനിങ് എൻട്രീസ്, ബാക്കി എഴുതാത്തത് വരുമ്പോൾ എക്സ്പെൻസസ് റിലേറ്റഡ് മാത്രം പോയിട്ട് എഴുതണം. അപ്പോൾ ഇതിൻ്റെ 4000, ഫ്രൈറ്റ് ചാർജസിൻ്റെ 4000, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറീൻ്റെ 1500 എത്രയായി, 5500. പിന്നെ ഡിസ്കൗണ്ട് അലൗഡ് 5000, അപ്പോൾ 10500 റുപ്പീസ് എന്തിൻ്റെ അണ്ടറിൽ വന്ന്, അതർ എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ വന്ന്. അങ്ങനെ എല്ലാ പരിപാടിയും ഫുൾ എക്സ്പെൻസസും കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് എന്ത് പരിപാടി, നമുക്കതിന് ടോട്ടൽ
എക്സ്പെൻസസ് ചെല്ലിട്ട് എഴുതണം. ടോട്ടൽ എക്സ്പെൻസസ് ചെല്ലിട്ട് ബി ചെല്ലിട്ട് എഴുതിട്ട് ഇതിനെ ഫുൾ ടോട്ടൽ ആക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എത്ര വന്ന് ടോട്ടൽ 60,000 റുപ്പീസ് വന്ന്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസസ് എത്ര? 60,000. പിന്നെ ഈ ഏതോ ഒന്ന് കുറച്ച് ജാസ്തി എൻട്രി വന്നിട്ടില്ലേ, ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷന്. അപ്പോൾ രണ്ടും റിട്ടേൺ ഓഫും വന്നിട്ട് ഡിപ്രിസിയേഷനും രണ്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ആക്കി വന്നല്ലേ. അപ്പോൾ നമുക്കിവിടെ നോട്ട് 13ക്കുള്ള നോട്ട് ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ്റെ അണ്ടറിൽ വന്നത് എന്തെല്ലാം ഡിപ്രിസിയേഷൻ വന്ന് എഴുതണം. എന്നിട്ട് ഡിപ്രിസിയേഷൻ എമൗണ്ട് 2,500 ആക്കിയിട്ട് എഴുതാം. അമോർട്ടൈസേഷൻ ചെല്ലെങ്കിൽ റിട്ടേൺ ഓഫ് റിലേറ്റഡ് എന്തെല്ലാം വന്നിട്ട് 1,500ക്ക് എന്തോ വന്നിട്ടില്ലേ. അപ്പോൾ റിട്ടേൺ ഓഫ് പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് എത്ര വന്നത്? 1,500 വന്നത് ചെയ്തിട്ട് ഇത് 4,000 റുപ്പീസ് എന്ന് ചെല്ലിട്ട് കാണിക്കണം. അങ്ങനെ കാണിക്കണം, അല്ലാണ്ട് ഇത് ഡയറക്റ്റ് നമ്മൾ പോയിട്ട് എഴുതുന്നല്ല. അപ്പോൾ സെപ്പറേറ്റ് ഒരു നോട്ട് ആക്കിയിട്ട് എഴുതണം. അതിനല്ലേ നമ്മുടെ നോട്ട് നമ്പർ എഴുതിയത്. അപ്പോൾ ഒന്നിലധികം കാര്യങ്ങൾ വരുമ്പോൾ ഓക്കെ. അതർ എക്സ്പെൻസസിലും ഒന്നിൽ കൂടുതൽ ഐറ്റംസ് വന്നിട്ടില്ലേ, ഈ 3 ഐറ്റംസ് വന്നിട്ടില്ലേ. അപ്പോൾ 14 ചെല്ലിട്ട് അതർ എക്സ്പെൻസസ് ചെല്ലിട്ട് അതർ എക്സ്പെൻസസ് ചെല്ലിട്ട് ഹെഡിങ് ഇട്ടിട്ട് എന്താക്കണം വെച്ചല്ലെങ്കിൽ എന്തെല്ലാം വന്ന് ഫ്രൈറ്റ് ചാർജസ്, പിന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി വന്ന്, ഡിസ്കൗണ്ട് അലൗഡ് വന്ന്, അതിൻ്റെ എല്ലാ എമൗണ്ട് ഇടണം. ഓക്കെ. ഫ്രൈറ്റ് ചാർജസ് 4,000 റുപ്പീസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 1,500 റുപ്പീസ്, ഡിസ്കൗണ്ട് അലൗഡ് 5,000 റുപ്പീസ് വന്ന്. അപ്പോൾ എത്രയായി? 5,000, 9,000, 10,500 വന്ന് എന്നുള്ളത് ഇങ്ങനെ കാണിക്കണം. എന്നിട്ട് തന്നെ നമ്മൾ ഇവിടെ എഴുതാൻ പാടില്ല അത്ര. ഓക്കെ. ഇവിടെ എഴുതിക്കോ, മൈൻഡ് കാൽക്കുലേറ്റ് ആക്കിയിട്ടോ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ആക്കിയിട്ടോ എഴുതിക്കോ. ബട്ട് എല്ലാ എൻട്രീസും ഇവിടെ എഴുതാനില്ല. അതിന് സെപ്പറേറ്റ് നോട്ട് നമ്പർ ആക്കിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു നോട്ട് ആക്കിയിട്ട് എഴുതണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആ വർക്കെല്ലാം കഴിഞ്ഞ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ആക്കി, ടോട്ടൽ എക്സ്പെൻസസും കാൽക്കുലേറ്റ് ആക്കി. അതിന് നമ്മൾ പണി എന്ത്? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന പ്രോഫിറ്റ് എന്ത്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ടാക്സ് അടക്കുന്ന കാട്ടി മുന്നത്തെ പ്രോഫിറ്റ്. അത് എങ്ങനാ? എ മൈനസ് ബി. അപ്പോൾ എ എത്ര? 2,80,000. 2,80,000 മൈനസ് 60,000. അപ്പോൾ എത്ര? 2,80,000 മൈനസ് 60,000 2,20,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ബട്ട് അത് ബിഫോർ ടാക്സ്. ഇനി നമ്മൾ ഫോർമാറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ലെസ് ആക്കാനുണ്ട്? ടാക്സ് ലെസ് ആക്കാനുണ്ട്. അത് സംടൈംസ് ഒരു പെർസെൻറ്റേജ് കൊടുക്കും, സംടൈംസ് ഒരു എമൗണ്ട് കൊടുക്കും. പെർസെൻറ്റേജ് കൊടുത്തെങ്കിൽ പെർസെൻറ്റേജ് ബേസിസിൽ കാൽക്കുലേറ്റ് ആക്കണം. എമൗണ്ട് കൊടുത്തെങ്കിൽ ആ എമൗണ്ട് തന്നെ ഡിഡക്റ്റ് ആക്കണം. പെർസെൻറ്റേജ് കൊടുത്തെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ആക്കിയിട്ട് അത്ര എമൗണ്ട് ഡിഡക്റ്റ് ആക്കണം. ഇതിപ്പോൾ എന്തും കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ നിൽ എന്തും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ആ സ്റ്റെപ്പ് എഴുതണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കിട്ടുന്നത് എന്ത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് അടച്ച് കഴിഞ്ഞിട്ട്, ടാക്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ടാക്സ് അടച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എത്ര? 2,20,000 മൈനസ് ടാക്സ് ഒന്നും അടക്കാൻ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും 20,000. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാത്തിനെ കൊണ്ട് മാത്രം നമ്മൾ ഇടാക്കുന്നില്ല. ഓക്കെ. അങ്ങനെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും കിട്ടി, 2,20,000 റുപ്പീസും കിട്ടി.